ശ്രീമതി ധന്യ രാജേന്ദ്രൻ കൂടി മാധ്യമപ്രവർത്തക ചേരുന്നുണ്ട്. ശ്രീമതി ധന്യ രാജേന്ദ്രൻ, ഇപ്പോൾ ഈ 4 ദിവസം കഴിഞ്ഞിട്ടാണ് അമ്മയുടെ ഒരു പ്രതികരണം നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോഴും അവിടെ സർക്കാരിൻ്റെ സമീപനങ്ങൾ നമ്മൾ വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഇന്നിപ്പോൾ വന്ന പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടിൽ കുറേ പേജുകളടക്കം അത് കട്ട് ചെയ്യപ്പെടുകയാണ്. അവിടെ വിവരാവകാശ കമ്മീഷൻ പറയാത്ത പേജുകൾ പോലും കട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഒളിച്ചുകളി സർക്കാർ ഇന്നും നടത്തുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? കാരണം 4 ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഈ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ട്. ഇന്ന് ഞാൻ മാതൃഭൂമിയിൽ ഒരു റിപ്പോർട്ട് കണ്ടിരുന്നു. അമ്മ എന്ന AMMA എന്ന സംഘടനയ്ക്ക് ഒരു ആക്ടർ എഴുതിയ ഒരു കത്ത് 2018 അവർ കംപ്ലൈന്റ് ചെയ്തിരുന്നു. ഈ സംഘടന ഒന്നും ചെയ്തില്ല, എന്താണ് നിങ്ങളുടെ നിലപാടെന്ന് ചോദിച്ചു. അവർ വീണ്ടും എഴുതിയൊരു കത്ത് നിങ്ങളുടെ ചാനലിൽ കാണിച്ചിരുന്നു. അപ്പൊ അത് തന്നെയാണ് ഈ ഓർഗനൈസേഷനോട് ആദ്യം ചോദിക്കേണ്ട കാര്യം. ഒന്ന്, നിങ്ങൾക്ക് ഇന്റേണൽ കംപ്ലൈന്റ്സ് കിട്ടുമ്പോൾ നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് ചെയ്യുന്നതെന്ന്. 2, സർക്കാരിനോട് ചോദിക്കേണ്ട ചോദ്യം, ഈ റിഡാക്ട് ചെയ്ത പോർഷൻസ്, അതായത് ഇൻഫർമേഷൻ ഓഫീസർ പോലും പറയാത്ത പോർഷൻസ് സർക്കാരിന് അത് റിഡാക്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായേക്കാം. ബിക്കോസ് ഈ ഇൻഫർമേഷൻ കമ്മീഷൻ പറയുന്നുണ്ടല്ലോ ഏതെങ്കിലും ഭാഗങ്ങൾ റിഡാക്ട് ചെയ്യണമെങ്കിൽ ചെയ്യാമെന്ന്. പക്ഷെ അതൊരു തീരുമാനം ആരാണ് എടുത്തത്, എന്ത് ബേസിസിലാണ് ആ തീരുമാനം എടുത്തത്? ബിക്കോസ് ഇൻഫർമേഷൻ ഓഫീസർ കൊടുത്ത പാരഗ്രാഫ്സിനേക്കാളും കൂടുതൽ ഗവൺമെന്റ് റിഡാക്ട് ചെയ്തു വരുന്നെങ്കിൽ അത് ഗവൺമെന്റിൽ ആരാണ് തീരുമാനിച്ചത്? മന്ത്രി പറഞ്ഞത് പല പ്രാവശ്യം പറഞ്ഞു, ഞാൻ ഈ റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആരാണ് ഗവൺമെന്റിൽ വായിച്ചത്, ആരാണ് ഈ തീരുമാനമെടുത്തത്, ഏതൊക്കെ റിഡാക്ട് ചെയ്യണമെന്ന്? പിന്നെ ഈ കുക്കു പരമേശ്വർ പറഞ്ഞ് ഞാൻ കേട്ടു, അതായത് AMMA മാത്രമല്ല ചോദിക്കേണ്ടത്, മറ്റു പല ഓർഗനൈസേഷൻസും തീർച്ചയായിട്ടും. ഫോർ എക്സാമ്പിൾ, ഈ റിപ്പോർട്ടിൽ എനിക്കൊന്ന് 265 മുതൽ 280 വരെയുള്ള പാരഗ്രാഫോ അതോ അതിനപ്പുറമോ ഈ FEFCAയെ കുറിച്ചും മറ്റുള്ള ഓർഗനൈസേഷൻസിനെ കുറിച്ചൊക്കെ നിറയെ പറയുന്നുണ്ട്. അതായത് ഇവരെല്ലാവരും തന്നെ ഇവരൊരു ഫീഫ്ഡമാണ് നടത്തുന്നത്. അൺഒഫീഷ്യൽ ബാനുകളുടെ ആൾക്കാർക്ക് എഴുതിയ റൂൾസ് ഉണ്ടായിട്ട് പോലും ആ റൂൾസിനെ ഒന്നും ഫോളോ ചെയ്യാതെ ഇവരുടെ സ്വന്തമായ റൂൾസ് ആണ് ഇവർ ഫോളോ ചെയ്യുന്നതെന്നൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എല്ലാവരും മറുപടി പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എനിക്ക് വേറെ ഒന്ന് പറയാനുള്ളത്, ഇതൊന്നും നമുക്ക് 2024 അറിഞ്ഞ കാര്യങ്ങളല്ല, 2018 മുതൽ പറയുന്ന കാര്യങ്ങളാണ്. 2018 ഹേമ കമ്മിറ്റി ഈ ആൾക്കാരെ എല്ലാം കാണുന്നത്. അതിനുശേഷം അന്നത്തെ മന്ത്രി ചലച്ചിത്ര അക്കാദമി വിളിച്ചുകൂട്ടിയ മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ എല്ലാവരും പോയി. 2021 22 ഈ AMMA, FEFCA, WCC ഉൾപ്പെടെ എല്ലാ അസോസിയേഷൻസും അവരുടെ പോളിസി ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്തു. അപ്പൊ ഇവരൊക്കെ എന്താണ് AMMA ഒക്കെ ചെയ്തത്? IC പോലും കൃത്യമായി ഫോം ചെയ്യാത്ത ഒരു ഓർഗനൈസേഷനാണ് ഇവര്. അതായത് ഇത് സിനിമ എടുക്കുന്ന ഇടമല്ല, ഇവിടെ IC വേണ്ട എന്നൊരു സ്റ്റാൻഡ് എടുത്തൊരു ഓർഗനൈസേഷനാണ് AMMA. പിന്നീട് ഹൈക്കോടതിയുടെ ഓർഡർ വരാൻ പോകുന്ന സമയം മാത്രമാണ് അവർ ഒരു ICയെ പെട്ടെന്ന് ഉണ്ടാക്കിയത്. അതായത് ഇന്ത്യയിൽ ഒരു പോഷ് റൂൾ ഉണ്ട്. ഇപ്പൊ ഞാനൊരു കമ്പനി ശ്രീമതി ധന്യ രാജേന്ദ്രൻ, നമ്മളെ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഇനി ചത്ത കുട്ടിയുടെ ജാതകം വായിച്ചിട്ട് കാര്യമില്ല, സംഭവിച്ചു. പക്ഷെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഇതിന്മേൽ നിയമപരമായ വഴിയാണ്. സർക്കാർ ഇന്നും ആവർത്തിക്കുന്നുണ്ട്. സർക്കാർ ആവർത്തിക്കുന്ന കാര്യം ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് അല്ലെങ്കിൽ ഒരു FIR പോലും ഇടാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന ഒരു സാങ്കേതികത്വത്തിൽ ഊന്നിപ്പിടിക്കുകയാണ്. അതിനെത്രത്തോളം അടിസ്ഥാനമുണ്ട്? ഇതിന്മേലൊരു നടപടിയിലേക്ക് പോകാൻ അതിനിപ്പോൾ ഹൈക്കോടതിയിലേക്ക് ഈ കേസ് വരികയാണ്. ഹൈക്കോടതിയാണ് പൊതുവേ നമ്മൾ പറയുമല്ലോ, ഇത്തരം കേസുകളിലൊക്കെ കോടതിയുടെ നിലപാടിലാണ് പലരും അഭയം തേടുന്നത്. അപ്പോൾ കോടതിയുടെ ഈ പരിഗണനാ വിഷയത്തിലേക്ക് വരുമ്പോൾ എത്രത്തോളം പ്രതീക്ഷ ഉണ്ടാകുന്നുണ്ട്? ഇതിന്റെ നടപടികൾ ഏത് തരത്തിൽ വിധേയമാക്കപ്പെടണം? അല്ല, ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. ഓൾറെഡി നമുക്കൊരു പോഷ് ലോ ഉണ്ട് കൺട്രിയിൽ. ഒരു കേരള ഹൈക്കോർട്ടിന്റെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. അതായത് എല്ലാ പ്രൊഡക്ഷൻ ഹൗസിലും ഒരു IC ഉണ്ടാവണം എന്നൊക്കെ ജഡ്ജ്മെന്റ് ഉണ്ട്. ഇപ്പൊ ഞാനൊരു കമ്പനി, ഇത് ന്യൂസ് മിനിറ്റ്, നിങ്ങൾ മാതൃഭൂമി നടത്തുന്നു, നിങ്ങളുടെയൊക്കെ ഓഫീസിൽ IC ഉണ്ടല്ലോ, എനിക്കൊരു IC ഉണ്ട് ഇവിടെ. പക്ഷെ ഇതൊന്നും ഈ നാടിന്റെ ലോ പോലും ആപ്ലിക്കബിൾ അല്ലേ ഈ അസോസിയേഷൻസ് ഒന്നും. പിന്നെ ഇവർ എന്ത് കേൾക്കുന്നതാണ് നമ്മൾ ആക്ച്വലി പ്രതീക്ഷിക്കുന്നത്? അതായത് ഗവൺമെന്റ് എത്ര മീറ്റിംഗ് വിളിച്ചാലും ഈ രാജ്യത്തെ ലോ പോലും ഫോളോ ചെയ്യുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ നമ്മൾ അല്ല, ഇപ്പൊ ഇന്ന് ഈ 3 മണിക്കുള്ള പ്രസ് മീറ്റിൽ ഇവരെന്താണ് പറയുന്നത് നോക്കാം. ശരി, ഞങ്ങൾ നടപടികൾ എടുക്കാം, ഞങ്ങൾ ഇനി ഞങ്ങളുടെ മെമ്പേഴ്സ് തെറ്റുണ്ടായെങ്കിൽ ഞങ്ങൾ ആക്ഷൻ എടുക്കാം, അങ്ങനെ പ്രോമിസ് ചെയ്ത് മാത്രം വിട്ടാൽ പോരാ. അത് എന്തെങ്കിലും ആക്ഷൻ എടുക്കുമെന്ന് നമ്മൾ നോക്കുകൂടി വേണം. ഇനി കേസിന്റെ കാര്യത്തിൽ കോടതി പറയുകയാണ് ഇതിൽ കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ട്, ഇതിൽ കേസ് എടുക്കണം എന്നുള്ളത് അത് കോടതിയുടെ തീരുമാനമാണ്. എന്റെ ഒരു അഭിപ്രായം 2019 ഈ റിപ്പോർട്ട് കിട്ടിയ ശേഷം കേരള സർക്കാർ ഈ ആക്ടേഴ്സിനെ, ഈ ടെക്നീഷ്യൻസിനെയൊക്കെ കോൺടാക്ട് ചെയ്യണമായിരുന്നു. അവരോട് ചോദിക്കണമായിരുന്നു, നിങ്ങൾ പറഞ്ഞ റെസ്പോൺസിൽ കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് ഒരു ലീഗൽ കേസോ ഒരു പോലീസ് കേസോ കൊടുക്കണമോ എന്ന് സർക്കാർ അന്ന് ചോദിക്കണമായിരുന്നു. അത് ചോദിക്കാതെ 5 വർഷമാണ് ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നത്.